ഹോസ്റ്റലിൽ യക്ഷിയുണ്ട്. സത്യം പറയടാ, മദ്യപിച്ചിട്ടാണോ നീ ഇന്നലെ കിടന്നുറങ്ങിയത്? അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ യക്ഷിയുണ്ടോ? ഈ ഭാനുവിന്റെ മുറിയിലെ യക്ഷി. അവൾ ഇപ്പോഴും അവിടെ തന്നെ കാണുവച്ചോ. അങ്ങനെ ഒരു യക്ഷി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. അച്ചോ 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 പിന്നെ ഈ കമ്പ്യൂട്ടർ ഉത്തരല്ലേ അച്ചോ യക്ഷി? അച്ഛൻ വെറുതെ ഇയാളുടെ താളത്തിൽ തുള്ളാൻ നിൽക്കരുത് അച്ചോ. എന്നാലും അതല്ലല്ലോ ഇവന്റെ സംശയം തീർക്കണം. അച്ചോ അച്ചോ ഫാദറിന് വേറെ ഭാര്യയും പിള്ളേരുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഫാദർ ഫാദർ ഈ തണ്ണി വണ്ടി വിശ്വസിക്കല്ലേ ഫാദർ? ഇവരങ്ങനെ പലതും പറയച്ചോ. പെട്ടെന്ന് നടക്ക്. വെറുതെ തുറക്കണ്ട ഫാദർ. യക്ഷി ഉണ്ടെങ്കിൽ എന്തിനാ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്കൊരു കൂട്ടും ആവുമല്ലോ. നിന്ന് പിച്ചുമ്പയും പറയാതെ കഥ തുറക്കണം. വേണ്ട ഫാദർ പ്ലീസ്. കഥ തുറക്കണം. അയ്യോ താക്കോല് കാണുന്നില്ല ഫാദർ. എന്താ? അല്ല താക്കോല് കാണുന്നില്ല ഫാദർ. കഷ്ടായി പോയി. ഇനിയിപ്പൊ എങ്ങനെ റൂം തുറക്കോ എന്തോ. താക്കോല ജനലിന്റെ സൈഡിൽ കാണൂടാ. താക്കോലേ ആ ജനലിന്റെ സൈഡിൽ കാണൂന്ന്. എന്താ? ഈ താക്കോലില്ലേ താക്കോല്, അത് നിന്റെ ജനലിന്റെ സൈഡിൽ തന്നെ കാണുമെന്ന് കേട്ടോ. നിനക്ക് മനസ്സിലായില്ലേ? താക്കോൽ എടുത്തോണ്ട് വാടാ. ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാം, അവിടെ തന്നെ ഉണ്ടാവും. വേറെ എവിടെ പോവാൻ? നിന്റെ മരണം നീ ഓർത്തിരിക്കോടാ. തുറക്കടാ. കേട്ടോ? എന്തു പറ്റി? കണ്ണു ചുമന്നിരിക്കുന്നല്ലോ. ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നു? ഇല്ല ഉറങ്ങി ഫാദർ. അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കും. പേടിക്കണ്ട കേട്ടോ. ബോയ്സ് go to your rooms, go to your rooms. എല്ലാരും പോയിട്ട് പഠിച്ചാട്ടോ. എന്താ എന്തെങ്കിലും കളഞ്ഞു പോയാ? അല്ല ഞാനിവിടെ വെറുതെ യക്ഷിയെ കൊണ്ടെന്ന് പറഞ്ഞപ്പോ. അതെ അതെ, ഒരു യക്ഷിയെ മുറി കെട്ടി താമസിപ്പിക്കുന്നത് ഭയങ്കര കുറ്റമാ. ഈ മുറിയിൽ ഒരു പെണ്ണിന്റെ മണം. പെണ്ണോ? പെണ്ണൊന്നും ഇല്ല. ഉണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. പെണ്ണിന്റെ മണം മാത്രമേ ഉള്ളൂ, പക്ഷെ പെണ്ണില്ല. പിന്നെ ഈ ആട് കിടന്നിടത്തതിന്റെ കൂടെയെങ്കിലും കാണണല്ലോ. എന്നാലും ഇതെവിടെ പോയി? ആരോട് പോയി? അല്ല എന്റെ ഒരു പഴയ ജെട്ടി ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. അത് കാണുന്നില്ല. ജെട്ടിയാണോ? അത് ചിലപ്പോ യക്ഷിട്ടുണ്ട് പോയി കാണും. പിന്നെ പറയാൻ മറന്നു, എന്റെ വല്യമ്മയുടെ മോൻ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. റൂമിലിരിക്കുക. വാ ബാനു പരിചയപ്പെടാം. വേണ്ട വേണ്ട, ഞാൻ പിന്നെ പരിചയപ്പെട്ടോളാം. അങ്ങനെ പറയാൻ പറ്റില്ല, നീ ഇപ്പൊ പരിചയപ്പെട്ടേ. അയ്യോ ഇവന്റെ വല്യമ്മയുടെ മോൻ ഇത്രയും ദൂരത്ത് വന്നിട്ട് നീ കാണാതിരുന്ന മോശമല്ലേ? വിട് വിട്, ഞാൻ വരാം വരാം. വിട്. വല്യമ്മയുടെ മോനെ കാണണ്ടേ? വന്നേ വന്നേ. വല്യമ്മയുടെ മോനെ വാടാ. വാടാ ഇങ്ങോട്ട്. എന്ത് വേണ്ട? വല്യമ്മയുടെ മോൻ അകത്തുണ്ട്. നേരെ കണ്ടോണേ, ഇനി കണ്ടില്ലാന്ന് പറയരുത്. അതെ, കേറി കാണ്. നോക്ക്, എന്തോ പണിയുണ്ടല്ലോ. അത് ശരി. ഇന്ന് ഞാൻ എന്താളിയാ വല്യമ്മയുടെ മോൻ നല്ല അടിപൊളിയല്ലേ? എന്താ കള്ളന്മാരെ പോലെ ഒറ്റയ്ക്ക് നോക്കടാ. എന്താ ഇന്നലെ അവള് എന്നെ മുറിയിലേക്കാണ് ഓടിക്കറി. ആരുടെ അവള്? പെങ്ങളാ. ആരുടെയോ? എടാ പറഞ്ഞാറി, 2 ദിവസമായി നീ അവൾ കൂടെ മുറിക്കാതെ കഥ അടച്ചിട്ടിരുന്ന് എന്തായിരുന്നു പരിപാടി? നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇതൊരു 20,000 രൂപയുടെ കേസാ. പെർനൈറ്റ് 20,000 രൂപയോ? റൂം എക്സ്പെൻസീവ്. റൊമ്പ. നീ അതൊന്നും അല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളെ ഇത് കുറച്ച് കാശ് വാങ്ങേണ്ടി വന്നു. അതിന് പകരമായിട്ട് അവളെ ഹോസ്റ്റലിൽ കയറ്റിയത്. അവൾക്ക് എന്താ ഹോസ്റ്റലിൽ കാര്യം? അറിഞ്ഞൂടാ. നീ പറയില്ലേ? വായി കൈവച്ച എങ്ങനെ പറയാ? സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അവളോട് പറയത്തില്ല. അവളെ ഇവിടെ തീർക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. എന്നെ വിശ്വസിക്കെന്നെ വിടാ. എന്താ പ്രശ്നം? ഇവ മുറിക്കാത്ത പെണ്ണെ കിട്ടിയിരിക്കുന്ന ഏവാനാ പോകണ്ട ചുമ്മാ തമാശ പറയാതെ.
തെണ്ടികളെ ഇനി എന്നെ കേറ്റി വിടരുത്. തെണ്ടികളാ. പ്ലീസ്. ഇങ്ങോട്ട് പറയടി. ഡേയ് മാനിയായിട്ട് ചോദിക്കടേ അങ്ങോട്ട് മാറിയില്ലേ? ആ കുട്ടി എന്താ കുട്ടിയുടെ പേര്? നമിത പ്രമോദ്. ഇന്ത്യേ അതിഷ്ടലക്ഷ്മി. ഓ ടഫ് നെയിമാ. ഐ എം റാമോ. ദേ. ഹീൽ ഇട്ടിട്ടുണ്ടോ? മൂഞ്ചില്ലേ? കൊച്ചെ ഞങ്ങൾ നിന്നെ ഇവിടുന്ന് പുറത്തിറക്കി തരാം. പക്ഷെ നീ എന്തിനായി ഹോസ്റ്റലിനകത്ത് വന്നെന്ന് ഞങ്ങളോട് പറയണം. അത് എത്രയും പെട്ടെന്ന് പറഞ്ഞാ അത്രയും പെട്ടെന്ന് പുറത്തിറക്കാം. ആ നിന്ന് കഥകളി കാണിക്കാതെ പറയടി. ലക്സ്, നീ ഇവിടെ? ലക്സ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മിണ്ടി പോരുത് നീ. നീ എന്നെ SMS അയച്ച് ബ്രേക്കപ്പ് ചെയ്യുമല്ലടാ. നേരിട്ട് വന്ന് പറയാനിരിക്കുമായിരുന്നു, പക്ഷെ കുറച്ച് ബിസി ആയിപ്പോയി. അതാ SMS അയച്ചത്. ഹൗ ഡെയർ യു. നിന്നെ വിശ്വസിച്ച് ഞാൻ എന്റെ വീട്ടുകാരെ വരെ വെറുപ്പിച്ചു. ഇന്ന് നിന്നെ കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോഴാ കഥകൾ പലതും ഞാൻ അറിഞ്ഞത്. ഐ എം സോറി ലക്സ്, എനിക്ക് ഒരു ലാസ്റ്റ് ചാൻസ് കൂടെ തരണം. ഞാനിപ്പോ ഇവിടെ വെച്ച് ബഹളം ഉണ്ടാക്കി ആളെ കൂട്ടി നീ എന്നെ തട്ടിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞ പിന്നെ എന്താ സംഭവിക്കാൻ പോണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഒരു പെണ്ണ് വിചാരിച്ചാലും ചിലതൊക്കെ ചെയ്യാൻ പറ്റുന്ന നിന്നെ അറിയിക്കാൻ വേണ്ടി തന്നെയാ ഈ രാത്രിയിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. ഇനി മേലാൽ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. ഗുഡ് ബൈ. ഇനി എന്താ? അവനൊരടി കൊടുക്കാനാണോ നീ ഇതിനകത്തോട്ട് കയറി? അതിനൊരു വാക്ക് എന്നോട് പറഞ്ഞാ പോരായിരുന്നു? ദിവസവും കൊടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ കൊടുക്കത്തില്ലായിരുന്നോ? പിന്നെ പെട്ടെന്നുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും തോന്നിപ്പോയതാ. ഓ, മണ്ടത്തരവാ, അറിയാം. സംഭവിച്ചു പോയി. അന്നവൻ അന്വേഷിച്ചു വന്നപ്പോഴാ തന്നെ ക്യാൻറ്റീനിൽ വെച്ച് ഞാൻ കണ്ടത്. അന്ന് എന്നെ കണ്ടില്ലായിരുന്നു എങ്ങനെ കയറി വരുന്നു? കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. അതിന് പകരമായിട്ടല്ല എന്നെ 20,000 രൂപ എണ്ണ മേടിച്ചത്. അത് എന്നാലും അവനെയൊക്കെ ആരെങ്കിലും കയറി പ്രേമിക്കുവോ? വെറുപ്പായി പോയി. വേറെ ലുക്കുള്ള എത്ര ആമ്പിള്ളേരെ ഇവിടെ നിൽക്കുന്നു. ആ, പറ്റിയത് പറ്റി.